ഇറാനിൽ ഇസ്രായേൽ നടത്തുന്നത് മാരകമായ ആക്രമണമാണ്. ഇതോടുകൂടി തന്നെ ഇസ്രായേലിനെതിരെ ഗുരുതര ആരോപണമായി തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ലെബനോനിലെ ജനവാസ മേഖലയിൽ മാരക വൈറ്റ് ഫോസ്ഫറസ് പ്രയോഗിച്ച് ആക്രമണം നടത്തിയതോടുകൂടി തന്നെ സംഘർഷം മറ്റൊരു തലത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അന്താരാഷ്ട്ര മാനുഷിക നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ വൈറ്റ് ആ ഒരു ഫോസ്ഫറസ് അവിടെ പ്രയോഗിച്ചത് എന്നതാണ് ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തിറക്കിയ ഒരു പുതിയ പ്രസ്താവനയിലൂടെ തന്നെ അവർ പുറത്തിറക്കിയ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇസ്രായേലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തുവിടുന്നതും. മനുഷ്യ ശരീരത്തിൽ മാരകമായി തന്നെ പൊള്ളലേൽപ്പിക്കാൻ തരത്തിലുള്ള രാസവസ്തുവാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാൻ മാരകമായ ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നതും വാസ്തവമാണ്. ഇതായി തന്നെ ചില വിദഗ്ധർ ഇതിനോടായി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതേസമയം ഇറാൻ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാരകമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസം ഇറാൻ ആകട്ടെ ബഹ്റൈൻ നാവികസേനയെ ലക്ഷ്യമാക്കി അവിടെ മിന്നലാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ഇതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉടലെടുത്തത്. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്ത സാഹചര്യം നിലനിൽക്കെ തന്നെ വീണ്ടും ഇപ്പോൾ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ തുടർച്ചയായി ഡ്രോൺ ആക്രമണം നടത്തിയതായി തന്നെ ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. രാജ്യത്തെ പ്രധാന ശുദ്ധജല നിർമ്മാണ പ്ലാന്റിന് നേരെ പോലും ആക്രമണം നടത്തിയതായി വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ വിക്ഷേപിച്ച ഡ്രോണുകളാണ് ആക്രമണത്തിന് പിന്നിലെന്നും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ പ്ലാന്റിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടാണ് വിവരം. മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ ജലവിതരണത്തെ ബാധിച്ചിട്ടില്ല എന്നും ഇവിടെ ബഹ്റൈൻ ജല അതോറിറ്റി അറിയിക്കുകയാണ് ചെയ്തത്. അതേസമയം തെക്കൻ ലെബനനിലെ ജനവാസ മേഖലകളിൽ ഇസ്രായേൽ വൈറ്റ് ഫോസ്ഫറസ് പ്രയോഗിച്ചത് അതിന് വ്യക്തമായ തെളിവുണ്ട് എന്നതാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. തെക്കൻ ലെബനനിലെ അവിടുത്തെ ഒരു ജനവാസ മേഖലയിൽ മാർച്ച് 3-നാണ് വൈറ്റ് ഫോസ്ഫറസ് പ്രയോഗിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതേ തുടർന്ന് അവിടെ കുറഞ്ഞത് 2 വീടുകളിലെങ്കിലും തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേൽ സൈന്യം അവിടെ ആ പാർപ്പിടങ്ങളുള്ള പ്രദേശങ്ങളിൽ വെളുത്ത ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം ആശങ്കാജനകമാണ് എന്നും സാധാരണക്കാർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇവിടെ ഗവേഷകരായ ചില വ്യക്തികൾ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ വെളുത്ത ഫോസ്ഫറസ് വേഗത്തിൽ തീ പടർക്കും. വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും അതിവേഗം തീപിടിക്കാൻ കാരണമായേക്കുമെന്നും മനുഷ്യരാശിയിൽ മാരകമായി തന്നെ പൊള്ളലേൽക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇവയ്ക്ക് ഇത്തരത്തിൽ പൊള്ളലേൽപ്പിക്കാനുള്ള ഒരു കഴിവ് ഇവയ്ക്ക് ഉണ്ടെന്നും വ്യക്തമാക്കുന്നു. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ വൈറ്റ് ഫോസ്ഫറസിന്റെ ഉപയോഗം അത് നിയമവിരുദ്ധമാണ്. അതേപോലെ തന്നെ മാർച്ച് 3-ന് അവിടെ ലെബനീസ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ചിത്രം ജിയോ ലൊക്കേറ്റ് ചെയ്ത് പരിശോധിച്ചപ്പോഴാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചതായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഈ രീതി ഉടനടി തന്നെ നിർത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഇസ്രായേലിന് വെളുത്ത ഫോസ്ഫറസ് യുദ്ധ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾ സൈനിക സഹായവും ആയുധ വിൽപ്പനയും ഉടൻ തന്നെ നിർത്തിവെക്കുകയും ജനവാസ മേഖലകളിൽ അത്തരം യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്താൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുകയും വേണം എന്നതാണ് സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്ക, UK, ജർമ്മനി എന്നിവിടങ്ങൾ ഉൾപ്പെടെ തന്നെ ഇസ്രായേലിന്റെ പ്രധാന സഖ്യകക്ഷികളോടാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ലെബനനിലെ 5 ലക്ഷത്തിലേറെ പേർക്ക് ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ തന്നെ പലായനം ചെയ്യേണ്ടി വന്നു എന്നതാണ് റിപ്പോർട്ട്. തെക്കൻ ബെയ്റൂട്ടിൽ ദിവസങ്ങളായി തന്നെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയാണ്. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിടുന്നത് എന്നതാണ് ഇസ്രായേൽ സേനയുടെ വാദം. അതേപോലെ തന്നെ ലെബനനിലെ 100ഓളം പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും 2023 ഒക്ടോബറിലും 2024 മെയ് മാസത്തിലും അതിനിടയിലായി തന്നെ തെക്കൻ ലെബനനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇസ്രായേൽ വൈറ്റ് ഫോസ്ഫറസ് പ്രയോഗിച്ചിരുന്നു എന്നതാണ് സംഘടനകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.